2024 നവംബർ മാസം 14 ഗുജറാത്ത് വൽസാഡ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെയുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ഒരു വിവരം ലഭിക്കുന്നു. 19 വയസ്സുള്ള ചെറിയ പെൺകുട്ടി ക്രൂര പീഡനങ്ങൾക്ക് ഇരയായി കൊല്ലപ്പെട്ടുവെന്ന വിവരമായിരുന്നു അത്. ഉടൻ തന്നെ പോലീസുകാർ ആ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ശരീരം കാണാൻ അത്രയേറെ ദാരുണമായിരുന്നു. പോലീസ് ഉടൻ തന്നെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉത്തരവിട്ടു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ പെൺകുട്ടിയെ ആരോ ഒരാൾ ഒന്നോ രണ്ടോ തവണയല്ല ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട്. അവളെ അടിച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അവസാനം അവളെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് എന്ന്. ഉടൻ തന്നെ പോലീസുകാർ ആശുപത്രിക്ക് പുറത്ത് കാത്തുനിന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. എന്റെ മകൾ കോളേജിൽ പഠിക്കുകയാണ്. ദിവസവും വൈകുന്നേരം വീട്ടിൽ നിന്നും അവൾ ട്യൂഷൻ സെന്ററിലേക്ക് പോകും. ഇന്നും അതുപോലെ തന്നെയാണ് പോയത്. പക്ഷെ രാത്രി 9 മണിയായിട്ടും അവൾ തിരികെ വീട്ടിൽ വരാത്തതുകൊണ്ട് ഞാനും എന്റെ അയൽവാസിയും ചേർന്ന് മകൾ നടന്നു പോകുന്ന ആ വഴിയെ ബൈക്ക് എടുത്തുകൊണ്ട് അവളെ തിരഞ്ഞ് ട്യൂഷൻ സെന്റർ വരെ പോയി. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരല്പ ദൂരം മാറി ആൾസഞ്ചാരം അധികമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്റെ മകൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഉടൻ തന്നെ മകളെയും എടുത്ത് ആശുപത്രിയിലേക്ക് വന്നു. ഉടൻ തന്നെ പോലീസുകാർ സംഭവം നടന്ന സ്ഥലം കാണിക്കാൻ ആവശ്യപ്പെട്ടു. ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അതൊരു വിജനമായ പ്രദേശമായിരുന്നു. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഒരല്പ ദൂരം മാറിയുണ്ടായിരുന്ന കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലം. അവിടെയായിരുന്നു പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തിയത്. പോലീസ് ഉടൻ തന്നെ ആ പ്രദേശം മുഴുവനും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്നുള്ള പരിശോധനകൾ ആരംഭിച്ചു. അങ്ങനെ പോലീസ് തിരയുമ്പോഴാണ് പെൺകുട്ടിയുടെ ശരീരം കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും ഒരല്പ ദൂരം മാറി ഒരു കറുത്ത നിറത്തിലുള്ള ബാഗ് കണ്ടെത്തി. അതിന് മുകളിലായി ഒരു കറുത്ത നിറത്തിലുള്ള സ്വെറ്ററും കണ്ടെത്തി. ആ സ്വെറ്റർ നോക്കുമ്പോൾ അതൊരു വലിയ സൈസ് സ്വെറ്റർ ആയിരുന്നു. പിന്നീട് ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അകത്ത് 3 ടീഷർട്ടും 2 ട്രൗസറും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു മൊബൈൽ ചാർജറും ഉണ്ടായിരുന്നു. ഇതല്ലാതെ മറ്റ് ID കാർഡോ തിരിച്ചറിയൽ രേഖകളോ അങ്ങനെ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല. ഇത് പോലീസിന് വലിയ ദുഃഖത്തിന് കാരണമായി മാറി. എന്നാൽ ഈ ലഭിച്ചത് തന്നെ വലിയൊരു തെളിവാണെന്ന് പോലീസിന് മനസ്സിലായി. ഈ ബാഗ് പരിശോധിച്ച പോലീസിന് ഒരു കാര്യം മനസ്സിലായി. തീർച്ചയായും പുറത്തു നിന്നുള്ള ആരോ വന്ന് തന്നെയാണ് ഇത് ചെയ്തത്. ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഒരവസ്ഥയിലാക്കിയവന്റെ ബാഗ് തന്നെ ആയിരിക്കണം ഇത്. അങ്ങനെയാണെങ്കിൽ അവൻ മറ്റേതോ നാട്ടിൽ നിന്നുള്ളവനായിരിക്കണം. അതിനാൽ ഉടൻ തന്നെ പോലീസുകാർ ആ പരിസര പ്രദേശങ്ങൾ വീണ്ടും ഒന്നുകൂടെ അന്വേഷിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും 100-150 മീറ്റർ മാറിയാണ് ആ പ്രദേശത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയും അവിടെ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അവിടെയുള്ളവർ അങ്ങനെ സംശയിക്കത്തക്ക ആരെയും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത് ആ പ്രദേശത്ത് എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ CCTVകൾ ഒന്നുമില്ലായിരുന്നു. അതിനാൽ പോലീസ് ചെയ്തത് ആ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് വരുന്ന അടുത്തടുത്ത സ്റ്റേഷനുകളിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അവിടെയുള്ള CCTV ഫുട്ടേജസ് എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ സ്റ്റേഷനിലെയും CCTV ഫുട്ടേജസ് പരിശോധിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. മുംബൈയിലെ ബാന്ദ്ര എന്ന സ്റ്റേഷനിൽ റെക്കോർഡായിരുന്ന CCTV ഫുട്ടേജസ് നോക്കുമ്പോൾ 25-30 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പുരുഷൻ ഒരു കറുത്ത നിറത്തിലുള്ള സ്വെറ്ററും അതേ രീതിയിൽ കറുത്ത നിറത്തിലുള്ള ഒരു ബാഗും അണിഞ്ഞുകൊണ്ട് നടന്നു പോകുന്നത് കണ്ടിരുന്നു. പെൺകുട്ടി മരിച്ചു കിടന്നിരുന്ന സ്ഥലത്തു നിന്നും ലഭിച്ച സ്വെറ്ററും ബാഗുമായി ഏകദേശമൊക്കെ അത് മാച്ച് ആകുന്നുണ്ടായിരുന്നു. അയാൾ മുംബൈയിൽ നിന്ന് ഒരു ഇലക്ട്രിക് ട്രെയിനിലേക്ക് കയറിയതും കണ്ടു. ഉടൻ തന്നെ പോലീസുകാർ ഒരുപക്ഷെ ഇവൻ തന്നെ ആയിരിക്കും എന്ന് ചിന്തിച്ച് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവന്റെ ചിത്രമെടുത്ത് ആ പ്രദേശത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു. അങ്ങനെ അയച്ച ചില മണിക്കൂറിൽ തന്നെ പോലീസുകാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിച്ചു. പോലീസുകാർ പഴയ തടവ് പുള്ളികളുടെ ഡേറ്റാബേസിൽ തിരഞ്ഞപ്പോൾ അവർക്ക് ഇവന്റെ ഒരു ചിത്രവുമായി മാച്ച് ആകുന്ന ഡീറ്റെയിൽസ് ലഭിച്ചു. അത് ഹരിയാനയിലെ റോഹ്തക് ജില്ലയിലുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന രാഹുൽ എന്നയാളായിരുന്നു. അവൻ അടുത്തിടെ 2024 മെയ് മാസമായിരുന്നു രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ നിന്നും റിലീസായത്. അതിനാൽ ഇവനൊരു പഴയ ക്രിമിനൽ ആണെന്ന് പോലീസിന് മനസ്സിലായി. അതിനാൽ ഇവന്റെ മുഴുവൻ ഫയൽ എടുത്ത് നോക്കിയപ്പോഴാണ് അവർ തന്നെ ഞെട്ടിപ്പോയത്. കാരണം ഹരിയാനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഇവന് ചെറിയ പ്രായത്തിൽ തന്നെ പോളിയോ അറ്റാക്ക് വരുന്നു. അതിൽ ഒരു കാലിന് വൈകല്യം സംഭവിച്ചു. അതിനാൽ അവൻ മുടന്തിയായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ അവൻ നടക്കുന്നത് പോലീസുകാർ CCTV ഫുട്ടേജസിലും കണ്ടിരുന്നു. ഇങ്ങനെ പോളിയോ അറ്റാക്കായി ഇവനെ ചെറിയ പ്രായം മുതലേ മറ്റു കുട്ടികളെല്ലാം വലിയ രീതിയിൽ കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് കൂടെ കളിക്കുന്ന കുട്ടികൾ പോലും ഇവന് സൈക്കിൾ നൽകില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവന് 6-7 വയസ്സുള്ളപ്പോൾ തന്നെ
ഒരു സൈക്കിൾ മോഷ്ടിച്ചതിന് ഇവന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവന്റെ പേരിൽ പല മോഷണ കുറ്റങ്ങൾ വരാൻ തുടങ്ങി. മൊത്തം ഇവന്റെ പേരിൽ 11 FIR ഉണ്ടായിരുന്നു. 6 ജില്ലകളിൽ ഇവന്റെ പേരിൽ FIR ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് മനസ്സിലായതും വീണ്ടും പോലീസ് അവനെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി. ഇന്ത്യയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇവന്റെ വിവരം പോകുന്നു. ഇതിനിടയിൽ ഗുജറാത്ത് പോലീസ് എല്ലാ ജില്ലയിലുമുള്ള റെയിൽവേ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിലൂടെ അവർക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചു. ഈ റെയിൽവേ പോലീസുകാർ CCTV ഫുട്ടേജസ് ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇവൻ മുംബൈയിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് പോയിട്ടുണ്ട്. അവിടെയുള്ള മജ്ലി പട്ടണത്തിലേക്ക് പോയെന്ന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസുകാർ ആ പ്രദേശത്തേക്ക് പോയി. എന്നാൽ അവിടെ ചെന്ന് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അവൻ അവിടെ നിന്നും മുംബൈയിലേക്ക് വന്നു എന്നുള്ള ഒരു വിവരം ലഭിച്ചു. ഉടൻ തന്നെ പോലീസിന്റെ ഒരു ടീം മുംബൈയിലേക്ക് പോകുന്നു. എന്നാൽ അവിടെയും പോലീസിനെ കൊണ്ട് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും തുടർന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായത് ഇവൻ മുംബൈയിലേക്ക് തന്നെ വന്നു എന്നാണ്. ഉടൻ തന്നെ ഒരു ടീം മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്ന് ഇവൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. നവംബർ 24, 2024 ആ 19 വയസ്സുള്ള പെൺകുട്ടി മരിച്ച് കൃത്യം 10 ദിവസത്തിനു ശേഷം മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ യാതൊരു ഭയവുമില്ലാതെ രാഹുൽ വന്നിറങ്ങി. അപ്പൊ തന്നെ പോലീസുകാർ ചുറ്റിവളഞ്ഞ് അവനെ പിടികൂടുന്നു. അവൻ തന്നെയാണ് കുറ്റവാളി എന്ന് ഉറപ്പായതുകൊണ്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ വളരെ സഹതാപം പ്രതീക്ഷിക്കുന്നത് പോലെയായിരുന്നു സംസാരിച്ചത്. ഇതൊന്നും ശരിയാകില്ല എന്ന് തോന്നിയ പോലീസ് അവരുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം പുറത്തെടുക്കാൻ തുടങ്ങി. പോലീസുകാരുടെ ഈ ഒരു ചോദ്യം ചെയ്യൽ രീതി സഹിക്കാനാകാത്ത രാഹുൽ സത്യം പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞത് കേട്ട് പോലീസുകാർ മാത്രമല്ല ഗുജറാത്ത് മുഴുവനും, എന്തിന് ഇന്ത്യ തന്നെ ഞെട്ടിപ്പോയി. അവന്റെ മൊഴി കേട്ടതിന് ശേഷമാണ് പോലീസിന് മനസ്സിലായത് ഇവൻ ഒരു കൊലപാതകം അല്ല ചെയ്തത്, 5 കൊലപാതകങ്ങൾ തുടരെ ചെയ്ത ഒരു സീരിയൽ കില്ലറാണെന്ന്. അതും 2 മാസത്തിനുള്ളിൽ, ഒക്ടോബർ നവംബർ ഈ 2 മാസത്തിനുള്ളിൽ ഇവൻ 5 കൊലപാതകങ്ങൾ ചെയ്തു. ഇതിലും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ 19 വയസ്സുള്ള പെൺകുട്ടിയെ 10 ദിവസത്തിന് മുൻപ് അവൻ കൊന്നല്ലോ. അതിനുശേഷം ഇവൻ ആന്ധ്രയിലേക്ക് പോയി, അവിടെ ഒരു കൊലപാതകം ചെയ്തു. പിന്നീട് മുംബൈയിലേക്ക് പോയി, അവിടെയും ഒരു കൊലപാതകം ചെയ്തു. ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പോലീസുകാർക്ക് പോലും അത് വിശ്വസിക്കാനായില്ല. മൊത്തത്തിൽ അവൻ 5 കൊലപാതകം ചെയ്തു എന്ന് അവൻ തന്നെ സമ്മതിച്ചു. അതിൽ 4 കൊലപാതകങ്ങൾ അവൻ ട്രെയിനിനുള്ളിലാണ് ചെയ്തത്. ട്രെയിനിൽ അംഗവൈകല്യമുള്ളവർക്കായിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റിലാണ് താൻ സ്ഥിരം കയറുന്നത്. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന സ്ത്രീകളെയോ പുരുഷന്മാരെയോ കണ്ടാൽ ഇവൻ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ആ ഓടുന്ന ട്രെയിനിൽ വെച്ച് തന്നെ അവരെ കൊല്ലാൻ ശ്രമിക്കുകയും അവരുടെ പക്കലുള്ള മൊബൈൽ ഫോൺ, പണം, സ്വർണം, മറ്റു വസ്തുക്കളെല്ലാം എടുക്കുകയും അവരെ കൊന്ന് അവിടെയുള്ള ബെഞ്ചിനടിയിലിടുകയും പുതപ്പുകൊണ്ട് മൂടുകയും ചെയ്യും. എന്നിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇത് തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. നവംബർ 23 അവസാനമായി ഒരു കൊലപാതകം ചെയ്തു. നവംബർ 24 മുംബൈയിൽ വെച്ച് പോലീസ് ഇവനെ പിടിച്ചു. അതേ 24 ആന്ധ്രയിലുള്ള സെക്കന്ദരാബാദിൽ ഒരു ട്രെയിൻ അതിന്റെ അവസാന സ്റ്റേഷനിൽ വന്ന് നിന്നു. ആ ട്രെയിൻ വൃത്തിയാക്കാൻ ജീവനക്കാർ വന്നപ്പോഴാണ് അവിടെയുള്ള ബെഞ്ചിനടിയിൽ 24 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടത്. ആ സ്ത്രീ കർണാടകയിലുള്ളതായിരുന്നു. അതാണ് താൻ ചെയ്ത അവസാന കൊലപാതകമെന്നും രാഹുൽ സമ്മതിച്ചു. ഇവനെ ഇവിടെ പോലീസ് പിടിച്ച അതേ സമയത്തായിരുന്നു ആന്ധ്രയിലെ സെക്കന്ദരാബാദിൽ ഇവൻ കൊലപാതകം ചെയ്ത ആ കർണാടകയിലെ പെൺകുട്ടിയുടെ ശരീരവും ലഭിച്ചത്. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലും ഇപ്പോൾ ജയിലിനുള്ളിലാണ്. അവൻ എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തിടെ ഇന്ത്യയിൽ പിടിക്കപ്പെട്ട ക്രൂരനായ സീരിയൽ കില്ലർ ഇവനാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.